ശ്രീരാമ രാവണ യുദ്ധകാലം. ഒരിക്കൽ പാതാളവാസികളായ അഹിരാവണനും മഹിരാവണനും കൂടി ശ്രീരാമനെയും ശ്രീലക്ഷ്മണനെയും ബന്ധനസ്ഥരാക്കി പാതാളത്തിലേക്ക് കൊണ്ടുപോയി. മായാജാലങ്ങൾ ഒട്ടേറെ വശമുള്ളവരാണ് അഹിമഹി രാവണന്മാർ. ശ്രീരാമ ലക്ഷ്മണന്മാരെ അന്വേഷിച്ചു ചെന്ന ഹനുമാൻ ഒടുവിൽ അവർ പാതാളത്തിൽ ആണ് എന്ന് മനസ്സിലാക്കി. പാതാളത്തിലേക്ക് ചെന്ന ശ്രീ ഹനുമാൻ അവരുടെ കോട്ട വാതിലിൻ്റെ കാവൽക്കാരനായ മകരധ്വജനെ കണ്ടുമുട്ടി. പാതി വാനരനും പാതി ഉരകരൂപവും ആയിരുന്നു മകരധ്വജന്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഹനുമാന്റെ പുത്രൻ തന്നെ ആയിരുന്നു. ദ്രോണഗിരി പർവ്വതം എടുത്ത് ശ്രീ ഹനുമാൻ പറക്കുന്നതിനിടയിൽ കടലിൽ വീണ ഒരു തുള്ളി വിയർപ്പിൽ നിന്നാണ് പോലും മകരധ്വജൻ ജനിക്കുന്നത്. എന്നാൽ ആ ബന്ധത്തിൻ്റെ പേരിൽ മകരധ്വജൻ തൻ്റെ കർത്തവ്യം മറക്കുന്നില്ല. ശ്രീ ഹനുമാനുമായി യുദ്ധം ചെയ്തു പരാജയപ്പെടുന്നു. കാരാഗൃഹത്തിൽ മകരധ്വജനെ അടച്ച ശേഷം ശ്രീ ഹനുമാൻ മഹിരാവണനുമായി യുദ്ധം തുടങ്ങുന്നു. എന്നാൽ അവരുടെ മായാജാലങ്ങൾക്ക് മുൻപിൽ ജയിക്കുക അത്ര എളുപ്പമായിരുന്നില്ല ഹനുമാന്. ആ അസുരന്മാരുടെ വർദ്ധിച്ച വീര്യത്തിനു കാരണം ഒരിക്കലും കെടാതെ കത്തുന്ന 5 വിളക്കുകൾ ആണ് എന്ന് ഹനുമാൻ മനസ്സിലാക്കി. ഒരേ സമയത്ത് ആ 5 വിളക്കുകളും കെടുത്തിയാൽ മാത്രമേ അവരെ വധിക്കാൻ കഴിയൂ. കാലം വിളംബം കൂടാതെ തന്നെ ഹനുമാൻ പഞ്ചമുഖരൂപം സ്വീകരിച്ചു. ശ്രീ വരാഹമൂർത്തി വടക്കും ശ്രീ നരസിംഹമൂർത്തി തെക്കും ശ്രീ ഗരുഡൻ പശ്ചിമദിക്കും ശ്രീ ഹയഗ്രീവൻ ആകാശത്തേക്കും സ്വന്തം മുഖം പൂർവ്വദിക്കിലേക്കും ദർശിച്ചുകൊണ്ടുള്ള പഞ്ചമുഖം ആയിരുന്നു അത്. ഒരേ സമയം 5 മുഖങ്ങളും കൂടി 5 വിളക്കുകളും ഊതിക്കെടുത്തുന്നു. തുടർന്ന് അഹി മഹി രാവണന്മാരെ നിഗ്രഹിച്ചു ശ്രീരാമനെയും ശ്രീ ലക്ഷ്മണനെയും മോചിപ്പിക്കുന്നു. മകരധ്വജനെയും കാരാഗൃഹത്തിൽ നിന്നും മോചിതനാക്കി പാതാളത്തിൻ്റെ അധിപനായി വാഴിക്കുന്നു. ജയ് ശ്രീറാം.